ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെങ്ങോട്ട് പോയി? ഇനി ചായ തിരക്ക് എങ്ങോട്ടെങ്കിലും പോയതാണോ? ഇത്ര പെട്ടെന്ന് ഇത് എങ്ങോട്ട് പോയി? അച്ഛാ, അച്ഛാ, അച്ഛനെ ഹോസ്പിറ്റലിൽ പോണോ? ഇല്ല, നീ വണ്ടി ഇട്. വല്യേച്ചി. അതെ, വിഷ്ണുവിനെ കൊണ്ടുവന്നോ? ഇല്ല, വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലാരും കാത്തു നിൽക്കുക. അത് പിന്നെ അവിടെ ഒരു കുടുംബ വക്കീലുള്ളപ്പോ ജാമ്യത്തിന്റെ കാര്യമൊക്കെ നോക്കിക്കോളൂല്ലോ. പ്രീതിയെ കൊണ്ടേ ഗുണമില്ലാതെ ഉള്ളൂ. പ്രീതിയുടെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഏറെയുണ്ട്. ഇതിനു മുമ്പും അർജുൻ വിഷ്ണുവിനെ രക്ഷിക്കാനായി വന്നിട്ടുള്ളതല്ലേ? വല്യേച്ചി, ശരിക്കും ഇവിടെ എന്താ നടക്കുന്നേ? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അമ്മയും അച്ഛനും ഒന്നും വിട്ടു പറയുന്നില്ല. ആ നസീറിനെ കൊന്നു തന്നെയാ തോന്നുന്നേ. ഇല്ലെങ്കിൽ അയാൾ എവിടെ പോയി? വല്യേച്ചി, പുറത്തൊരു ഓട്ടോയുടെ സൗണ്ട് കേൾക്കുന്നു. അവരാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി. എടാ, നിനക്കിത് എന്തിന്റെ കുഴപ്പമായിരുന്നടാ? 10 ലക്ഷം രൂപയും കൊടുത്തു, കേസും വാങ്ങിക്കൂട്ടി, എന്നിട്ട് പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങി. നിനക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി പോലീസുകാരെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ? ആ അർജുനെ ഇനി നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തേണ്ടി വരുമോ നിന്റെ സ്ഥിരം വക്കീലായിട്ട്? അല്ല, ഇങ്ങനെ ആഴ്ചയിൽ പോലീസ് കേസ് ഉണ്ടാക്കുകയാണെങ്കിൽ അളയനോടെ മറ്റു കേസുകൾക്കൊന്നും പോകണ്ട, പുറത്തുനിന്ന് കേസുകളൊന്നും എടുക്കുകയും വേണ്ട, കുടുംബത്തിൽ നിന്ന് തന്നെ ധാരാളം കേസുകൾ ഉണ്ടാക്കി തരാന്ന് പറ. അവനെ ഇവിടെ ഒരു ഓഫീസും കൂടെ തുറന്നു കൊടുക്കാം. എടാ, എന്തുവാടാ മോനെ ഇത്? നീ ഞങ്ങൾ എന്തിനാടാ ഇങ്ങനെ തീർത്തിരിക്കുന്നേ? ഈ വയസ്സാങ്കാലത്തെ നീ നിങ്ങളുടെ സങ്കടപ്പെടുത്തിയ ചങ്ക് പൊട്ടി ഞാനും ഒടുങ്ങിപ്പോവും. എടാ, എന്തിനാടാ നീ ഞങ്ങളുടെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? അച്ഛൻ ശാലിയുടെ അച്ഛൻ ശാലിയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ മോളുടെ കല്യാണ ആവശ്യത്തിനായിട്ടാ ആ പണം കൊടുത്തതും അതിനുവേണ്ടി ഓടി നടന്നു. ഒക്കെ അത് ഇത്ര വലിയ പുലിയോലാവുന്ന് ഞാൻ വിചാരിച്ചോ? നീ എന്താ പണ്ട് നിന്റെ അമ്മ നടന്ന പോലെ മറ്റുള്ളവരെ കല്യാണം നടത്താൻ വേണ്ടി അടക്കുവന്നു? എടാ, ഒന്നുമില്ലാത്ത സമയത്തെ നമ്മളെ സഹായിക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഒരു സഹായം നീക്കുന്നു. എടാ, ആദ്യം പൈസ ഉണ്ടാവട്ടെടാ, ഉണ്ടായിട്ട് ദാനവും ധർമ്മമൊക്കെ ചെയ്യാം. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടേ, ആദ്യം ഇരിക്കണം എന്നിട്ടേ കാല് നീട്ടാവൂന്ന്, ഇല്ലെങ്കിലേ നടുവും കുത്തി അങ്ങ് വീഴും. നിനക്കേ ഇപ്പൊ സംഭവിച്ചോ അത് തന്നെ. ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാൻ നോക്കിയതാ. എടാ മോനെ, ഈ വീഴ്ച എന്നെങ്കിലും നീ പാഠം പഠിക്കാൻ നോക്കണം. പഠിച്ചില്ലെങ്കിലേ നിന്റെ ജന്മം പാഴാ. ദേ, നിന്റെ അച്ഛനെ പല കാര്യങ്ങളും ഇടപെട്ട് സംസാരിക്കാറില്ല. പക്ഷെ അപകടം ഒന്ന് കണ്ടാ കയറി സംസാരിക്കും. ചെവിക്കൊണ്ടില്ലേ വരുന്ന അനുഭവം കിട്ടുന്ന അങ്ങ് വിചാരിക്കും. അതെ, നിന്റെ അമ്മയ്ക്ക് അനുഭവമുണ്ട് ഉപേന്ദ്രന്റെ കാര്യത്തിൽ. ഇപ്പോ നിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെ ഇടപെടുവാ. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവ്. മതി പറഞ്ഞത്, ഒന്ന് നിർത്ത്. കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായാ മതി. മോനെ, ചെന്ന് കുളിക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ചെല്ലടാ. അല്ല, ശാലിനി എന്തേ? എടാ, നിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് അവൾക്ക് അവളുടെ ജോലി പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ദേ, നിന്നെ ഓർത്തുള്ള വേവലാതിയിൽ കണ്ണു നിറയാത്ത ദിവസങ്ങളും അവൾക്കില്ല. അവള് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഓഫീസിലേക്ക് പോയി. കമല, നീ വൈകിട്ടൊന്ന് ഇങ്ങോട്ട് വരണം. ഇവനെ ഒന്ന് കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. എന്നിട്ടൊരു പൂജയും കഴിപ്പിക്കണം. പൂജ വഴിപാടും കഴിപ്പിക്കാൻ എനിക്ക് എന്താ വല്ല മാനസിക വിഭ്രാന്തി കിട്ടോ? അതാ ഞാൻ വല്ല മാറാരോഗ്യാണോ?
എല്ലാരും കൂടിയിട്ടും ഞാൻ എവിടേക്കും ഇല്ല. പൂജയും വഴിപാടും ആ ഒരു കാരണം പറഞ്ഞ ആരും കൂടി വരും വേണ്ട. ദേ കമല, ദേ അമ്പലം പൂജ എന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് വന്നോണ്ടല്ലോ എന്റെ തനി സ്വഭാവം നീ അറിയേ. അല്ല നീ എന്താ ഇവിടെ നിൽക്കണേ? നിനക്ക് ഓട്ടൊന്നുമില്ലേ? ഉണ്ട്. എന്നാ പോയി ഓട്ടോ ഓടിച്ച് കണ്ട് കാശുണ്ടാക്കടാ. ജീവിക്കാനുള്ള വഴി നോക്ക്. വെറുതെ ഒരു കാര്യമില്ലാതെ വെറുതെ പൂജയും മന്ത്രവും. ഡാ, നീ അതൊന്നും കാര്യമാക്കണ്ട. വൈകിട്ട് 4 മണിക്ക് ഇവിടെ എത്തേക്കാം. അത് പിന്നെ സത്യം ആശാൻ ആശാൻ മിണ്ടി പോരുത് നീ. ദേ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. മനസ്സിലായോ നിനക്ക്? ആ ചേട്ടാ, ദേ അവിടെ ഒന്ന് നിർത്തണേ. ഇതെന്താടി ഇവിടെ നിർത്തിയത്? നമുക്കിനി ആ ഇടവഴി കയറി വീട്ടിലേക്ക് പോവാം. അതെന്താ, ആട്ടോ ആ വഴി പോവില്ലേ? അച്ഛാ, ആ കടയിലൊന്ന് കയറണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ആ, വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ലെന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. അച്ഛനൊരു കഞ്ഞി ഉണ്ടാക്കി തരണമെങ്കിൽ മുളകെങ്കിലും വരയ്ക്കണ്ടേ? എന്നാലല്ലേ മുളക് ചമ്മന്തി ആവൂ. അച്ഛ ഇറങ്ങിക്കേ, ഒരു 2 അടി നടന്നാ പോരെ. വാ ഇറങ്ങിക്കോ, പതുക്കെ. ഇവിടെ വരെ പോയാ പോരെ. ചേട്ടാ എത്രയായി? 50. ഞാൻ ഇവിടെ നിന്നോളാം. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ നിൽക്കാം, ഞാൻ മേടിച്ചിട്ട് വരാം. ഓ, എനിക്കൊരു ചായ കുടിക്കണമായിരുന്നു മോളെ. ഞാൻ പാലും കൂടി മേടിച്ചോണ്ട് വരാം, എന്നിട്ട് വീട്ടിൽ ചെന്ന് ചായ ഇട്ട് തരാം. ഓ, ചേട്ടാ എടുത്തോ, ഞാനിപ്പോ വരാവേ. അച്ഛാ, ഇതെങ്ങോട്ട് പോയി? ഇനി ചായ തിരക്കി എങ്ങോട്ടെങ്കിലും പോയതാണോ? ഇത്ര പെട്ടെന്ന് ഇത് എങ്ങോട്ട് പോയി? അച്ഛാ.